കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. വാഹന രൂപമാറ്റത്തിൽ മുഖ്യമന്ത്രി ജൻസിക്ക് നൽകിയ ഉറപ്പ് പാളുന്നു. അനുമതിയില്ലാതെ വരുത്താവുന്ന 18 മാറ്റങ്ങൾ മാത്രം ഉൾപ്പെടുത്തി ഗതാഗത കമ്മീഷണർ തയ്യാറാക്കിയ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറും. ചതിച്ച ഏട്ടാ ഞങ്ങളാ, അറിയില്ലായിരുന്നു. വാഹന മോഡിഫിക്കേഷനിൽ സമഗ്രമാറ്റം പ്രതീക്ഷിച്ചവർക്ക് തൽക്കാലം മുഖ്യമന്ത്രിയുടെ പൂക്കി ചിരി കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. നിയമ തടസ്സങ്ങളില്ലാത്ത 18 തരം സ്റ്റാൻഡേർഡ് എക്യുപ്മെന്റുകൾക്ക് മാത്രമാണ് മുൻകൂർ അനുമതി ആവശ്യമില്ലാത്തത്. സീറ്റ് കവർ, ഫ്ലോർ മാറ്റുകൾ, ഡോർ വൈസറുകൾ, മഡ് ഫ്ലാപ്പുകൾ എന്നിവയ്ക്കും അശ്ലീലമല്ലാത്ത ബോഡി സ്റ്റിക്കറുകൾ പതിപ്പിക്കുന്നതിനും നിയമ തടസ്സമില്ല. ഇൻഫർടൈൻമെന്റ് സിസ്റ്റം, സ്പീക്കറുകൾ, ഡാഷ് ക്യാമറ, റിവേഴ്സ് ക്യാമറ, പാർക്കിംഗ് സെൻസറുകൾ, GPS, റൂഫ് കാരിയറുകൾ, 50% കാഴ്ച ലഭിക്കുന്ന സൺ ഫിലിമുകൾ എന്നിവയും ഈ പട്ടികയിലുണ്ട്. വലിയ മാറ്റങ്ങൾക്ക് കേന്ദ്ര മോട്ടോർ വാഹന നിയമം റൂൾ 112 പ്രകാരം മുൻകൂർ അനുമതി നിർബന്ധമാണ്. വാഹനത്തിന് നിറം, എഞ്ചിൻ, ചേസ് ഫ്രെയിം എന്നിവ മാറ്റുന്നതിനും പ്രത്യേക അനുമതി വേണം. ഇത് തരക്കെടില്ലല്ലോ, ഓൻ ചരിത്രം ആവർത്തിക്കുകയാണല്ലോ. എങ്ങനെ? ഓം പിണറായിക്ക് പഠിക്കുകയാണ്. സർക്കാരിനെ പരിഹസിച്ച് ഡിവൈഎഫ്ഐ രംഗത്തെത്തി. ജൻസികളെ ലക്ഷ്യമിട്ടുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് വാഹനത്തിൽ ആവശ്യാനുസരണം മോഡിഫിക്കേഷൻ നടത്താം എന്നാ പറഞ്ഞു. ഓഫ് കോഴ്സ്, ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. ഫ്ലാഷ് ബാക്ക്. നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് നടക്കുമല്ലോ. ഫ്ലാഷ് ബാക്ക്. ഇപ്പൊ എന്താ പറയുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റിയറിംഗിന് കവർ പിടിപ്പിക്കാനുള്ള മോഡിഫിക്കേഷൻ, മാറ്റ് വിരിക്കാനുള്ള മോഡിഫിക്കേഷൻ. എന്താണ് പുതിയ മോഡിഫിക്കേഷൻ ആയിട്ട് പറയാനുള്ളത്? ഇപ്പോഴത്തെ വേദന കണക്കിലെടുക്കണ്ട. ഒരു 8-8.5 വർഷം കൊണ്ട് എല്ലാം കംപ്ലീറ്റ് ശരിയായിക്കോളും. ഞാൻ തന്നെ ഇപ്പൊ 10-12 വർഷമായല്ല. ആദ്യം ഒരു അല്പ അസൗകര്യം കാണും, പിന്നെ അത് ശീലമായിക്കോളും. ഞാൻ വരട്ടെ. എങ്ങോട്ട്? അല്ല, ഞാൻ പോട്ടെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പൊന്നു മോനെ.